ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം 3 മാസത്തോളമായി നിലമ്പൂർ ബൈ ഇലക്ഷനെ കുറിച്ച് കുറേ അധികം വീഡിയോകൾ ചെയ്തല്ലോ. നിലമ്പൂർ ബൈ ഇലക്ഷന്റെ എല്ലാ മുന്നണികളും അതിൻ്റെ കൊട്ടിക്കിഴക്കലുകളിൽ ഒക്കെ മുന്നേറുകയായിരുന്നു ഇതുവരെ. എന്തായാലും അതിനെല്ലാം പരിസമാപ്തിയായി. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനാണ് മികച്ച വിജയം കരസ്ഥമാക്കുവാൻ നിലമ്പൂരിൽ സാധിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സതീശന്റെ ഭാഗമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഭാഗം എന്ന് പറഞ്ഞാൽ സതീശൻ എന്താണോ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്താണോ ഉദ്ദേശിച്ചത് ആ യാഥാർത്ഥ്യത്തിലേക്ക് നിലമ്പൂർ മണ്ഡലം എത്തിയിരിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിലെ വിജയവും ആവർത്തിച്ചു. ഏതായാലും സതീശൻ പറഞ്ഞതനുസരിച്ച് അതേമാതിരി തന്നെയാണ് നിലമ്പൂരിൽ വിജയവും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇനി ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സതീശന് ഇനി കോൺഗ്രസിൽ കൂടുതൽ മേധാവിത്വം ലഭിക്കാനാണ് സാധ്യത. കാരണം PV അൻവർ മുൻ MLA അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു. അദ്ദേഹം UDF-മായി അടുക്കുവാനുള്ള കുറെ കാര്യങ്ങളൊക്കെ നടന്നു. LDF വിട്ടതിന് ശേഷം UDF-ൽ ചേർക്കുവാൻ അപേക്ഷ കൊടുത്തു എന്നൊക്കെയാണ് അതിനെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായത്. ഏതായാലും സതീശൻ അവസാന നിമിഷത്തിലാണല്ലോ അൻവറുമായുള്ള ബന്ധം വേണ്ട എന്ന് വെച്ചത്. ആദ്യം അസോസിയേറ്റഡ് ഘടകകക്ഷിയാക്കാം എന്നൊക്കെ തീരുമാനിച്ചിരുന്നുവെങ്കിലും അതെല്ലാം അവസാന നിമിഷത്തിൽ ഇല്ലാതാവുകയായിരുന്നു. തീർച്ചയായും സതീശൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ഇപ്പോൾ UDF-ൽ സംഭവിച്ചത്, UDF-ൽ നടന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വൻ വിജയമാണ് നിലമ്പൂരിൽ കരസ്ഥമാക്കുവാൻ സാധിച്ചത്. 11,000-ൽ കൂടുതൽ വോട്ടുകൾക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ശക്തനായ ഒരു സ്വതന്ത്രൻ അല്ലെങ്കിൽ തൃണമൂലിന്റെ ഒരു സ്ഥാനാർത്ഥി ഉള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ന് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ അത് കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒന്നും ബലികേറാൻ മലയല്ല നിലമ്പൂർ മണ്ഡലം. അപ്പോൾ ഇവിടെ സതീശൻ എന്താണോ ഉദ്ദേശിച്ചത് അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സതീശന് മേധാവിത്വം ഇനി കോൺഗ്രസ് പാർട്ടിയിൽ തീർച്ചയായും അത് തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹം ഉദ്ദേശിച്ചത് നിലമ്പൂരിൽ നടപ്പായി കഴിഞ്ഞു. ഇനി KPCC-യിലും ACC-യിലും ഒക്കെ സതീശന്റെ അഭിപ്രായത്തിന് വലിയ പ്രശസ്തി, വലിയ പ്രത്യേകത ഒക്കെ കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് സതീശന്റെ മേധാവിത്വം ഇനി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം സതീശന്റെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യം ലഭിക്കുകയാണ്. കാരണം ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിന് നിലമ്പൂർ മണ്ഡലം ഈ നിയമസഭയുടെ കാലാവധി തീരുവാൻ 7-8 മാസം ഉള്ള സമയങ്ങളിൽ പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അത് ഒരു അൻവറിലൂടെ ആണെങ്കിലും ഒരു LDF മണ്ഡലമായിരുന്നല്ലോ 2 ടൈമായിട്ട്. ആ മണ്ഡലമാണ് UDF പിടിച്ചെടുത്തിരിക്കുന്നത്. തീർച്ചയായും അതിൽ നമ്മൾ 3 മാസമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും ഇന്ന് സതീശന്റെ വാർത്താ സമ്മേളനത്തിലും അത് പ്രകടമാണ്. സതീശന്റെ വാർത്താ സമ്മേളനത്തിനും അദ്ദേഹത്തിന്റെ